ഹലോ, 10 മിനിറ്റ് വേണ്ട. കരയിലും കടലിലുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം നമുക്കിന്ന് നോക്കാം. ഇതൊക്കെയല്ലേ ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കേരളത്തിലെ 7 വാടക വീടുകളുടെ മുറ്റങ്ങളിൽ മണ്ണിനെ സ്നേഹിച്ച് കൃഷി ചെയ്ത ഒരു മനുഷ്യന്റെ കഥ. അദ്ദേഹം നട്ട മരങ്ങളും ചെടികളും ഇന്നും വളർന്ന് അവിടെയൊക്കെ താമസിക്കുന്ന പലർക്കും സന്തോഷവും വിളവും ഒക്കെ നൽകുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കാതെ അമ്പലത്തിലെ മാലയ്ക്കായി തുളസിയും പൂക്കളും സ്നേഹത്തോടെ നൽകുന്ന ഒരു മനസ്സ്. മണ്ണിനോടുള്ള സ്നേഹവും മനസ്സിലെ നന്മയും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം വിതയ്ക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കഥ. ഇതാണ് എന്റെ മാമയുടെ ജീവിതം. ഇപ്പോൾ മാമയുടെ സ്വന്തം വാക്കുകളിൽ ഈ കഥ നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോ ഈ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ണും ചാരവും ഉണക്ക ചാണാനും എല്ലാം കൂടെ പൊടിച്ച് കംപ്ലീറ്റ് പൊടിച്ചുകൊണ്ട് അത് മിക്സ് ആക്കിക്കൊണ്ട് ബാഗിൽ നിറച്ച് അങ്ങനെ ഇട്ട് അതിനകത്താണ് നമ്മൾ വേറെ മണ്ണിനകത്തൊക്കെ ചാരം മണ്ണിനും കൂടെ മിക്സ് ചെയ്ത് 10 ദിവസത്തോളം വെള്ളം ഒഴിച്ച് അത് മാറ്റിയിട്ട് അതിനകത്ത് പാകിയിട്ട് കിളിപ്പിച്ചിട്ടാണ് നമ്മൾ ചാക്കിലോട്ട് മാറ്റി വെക്കുന്നത്. വേപ്പം പിണ്ണാക്കും അതും ഇതൊക്കെ ഇട്ടാണ് ചാണകവും ഉണക്ക ചാണകവും ചകിരിച്ചോറും കമ്പോസ് ചെയ്ത് ചകിരിച്ചോറുണ്ട് വളമായിട്ട് മിക്സ് ചെയ്ത് വരുന്നത്. അതും കൂടെയാണ് മിക്സ് ചെയ്താണ് ഇത് നമ്മൾ നിറച്ച് ഇതിനകത്ത് ഇടുന്നത്. എന്തൊക്കെയുണ്ട് കൃഷി? പിന്നെ പച്ചമുളകുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ മല്ലിച്ചീരയുണ്ട്, കോവലുണ്ട്, പിന്നെ പാവലുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ അങ്ങനെയുള്ള പയർ എല്ലാ ഐറ്റവും ഉണ്ട്. മുരിങ്ങയുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, എല്ലാ സസ്യങ്ങളും ഉണ്ട്. ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ ഈ ഇങ്ങനെ എല്ലാ സാധനങ്ങളും, പുളിയുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കൊങ്ങിണി തൈയുടെ ഇഷ്ടം പോലെ വെറൈറ്റികളെല്ലാം ഉണ്ട്. എല്ലാ സൈസ് ചീരയുണ്ട്, സകല സാധനങ്ങളും ഉണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. മുരിങ്ങയാണെങ്കിൽ ഒരു ചെടി മുരിങ്ങ വെച്ചിട്ടുണ്ട്, വലിയ ഉയരം വരാൻ. മീൻ വേണമെങ്കിൽ ഇന്ന് മീനിന് പണിക്ക് പോയായിരുന്നു, മീനൊന്നും ഇല്ലായിരുന്നു. മീനും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ പണിയില്ലാത്തതുകൊണ്ട് നോയമ്പ് മാസമായതിന്റെ പേരിൽ ഇപ്പൊ മീൻ കുറവാണ്. എന്നാലും ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഇനി പോകും മീൻ പണിക്ക് പോകും. പണിക്ക് പോയി മീൻ കിട്ടുമ്പോൾ മീനും നമ്മൾ സെയിൽ ചെയ്ത് ഇതിന്റെ കൂടെ ഒക്കെ കൊടുക്കും. ഇതെല്ലാം നമുക്കുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു വീട്ടിൽ ആവശ്യമുള്ള കൃഷികളെല്ലാം ഉണ്ട്. കരിമ്പ് വരെ ഉണ്ട്. ഇത് സ്വന്തം വീടല്ല, വാടക വീടാണ്. വാടക വീടായിട്ടും നമ്മൾ ഇത് സ്വന്തം വീട് പോലൊക്കെ നമ്മൾ ചെയ്യുന്നു. പുതിന എന്തോ വെറൈറ്റി രീതിയിൽ കൃഷി ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു. പുതിന വെറൈറ്റി ചെയ്ത് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മണ്ണിലുള്ള വെച്ചേക്കുന്നത്. ഇത് നമ്മള് വെള്ളം വരുന്ന ക്യാനകത്ത് ഈ പുതിനയുടെ ഇലയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കുറ്റി മാത്രം നിർത്തിക്കൊണ്ട് ഇത് ഒരു പരീക്ഷണമായിട്ട് വെക്കുക. എന്നിട്ട് ഈ വെള്ളം, താഴത്തെ വെള്ളം തുണിയിൽ തുണി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം വലിച്ച് ഇതെടുത്തോളും. മണ്ണില്ല, ഇങ്ങനെ വേണേലും ചെയ്യാം. അത് നല്ല രീതിയിൽ വന്ന അത് ഇച്ചിരി വളം നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് അതങ്ങനെ വന്നു. പിന്നെ ഓറഞ്ച് ഉണ്ട്, മുസമ്പി ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. കൊടംപുളിയുണ്ട്, സകല സാധനമുണ്ട്, വേപ്പുണ്ട്. ഇത് പിന്നെ കാട്ടുകർത്താവ്, ആടലോടകം, കാട്ടുകർത്താവ്, തുളസി ഇഷ്ടംപോലെ അമ്പലത്തിലേക്കൊക്കെ വന്ന ആളുകൾ എടുത്തോണ്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ. പനിക്കൂർക്ക ഉണ്ട്, പനിക്കൂർക്ക കണ്ടമാനമുണ്ട്. എല്ലാ സൈസും മാല കെട്ടാനൊക്കെ അവര് വന്ന് കൊണ്ടുപോകും. അമ്പലക്കാരൊക്കെ വന്ന് തുളസി കൊണ്ടുപോകും, ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. ചെടികളൊക്കെ എല്ലാ സൈസ് ചെടിയുണ്ട്. ഇനിയിപ്പോ ഒരു 20 ഐറ്റം പാകാനിരിക്കുന്നു ഇവിടെ. പാകി കിളിച്ചു വന്നതിനകത്ത് പൂവും പിടിച്ചു, ഇതെല്ലാം പിടിച്ച്. പിന്നെ ഒരു 20 ഐറ്റം പാകാനുണ്ട്. വഴുതൻ നോമ്പായതിനെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ ഈ സമയവും ഇല്ല, പള്ളിയുടെ സമയത്ത് പോവുകയും വേണം. അതുകൊണ്ട് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് വീഡിയോയും കൂടെ ഞങ്ങൾ ഇടാം. മീൻ കൊണ്ടുവരുന്നതും എല്ലാം ഇടാം. കപ്പക്കിഴങ്ങുണ്ട്, കപ്പക്കിഴങ്ങ് ചാക്കിനകത്ത് അപ്പുറത്ത് ഉണ്ട്. കപ്പക്കിഴങ്ങ് ചാക്കിനകത്ത് അപ്പുറത്തുണ്ട് ചാക്ക്. ഇവിടെ എല്ലാം ഇതെല്ലാം വേപ്പും അതും ഇതെല്ലാം. ഇവിടെ മുളക് വെറൈറ്റി മുളക്. ഇതെല്ലാം വെറൈറ്റിയാ. കുടുക്കമുളക്, വലിയ കുടുക്കമുളക് വെറൈറ്റിയാ. കപ്പക്കിഴങ്ങ് ചാക്കിനകത്ത് വെച്ചേക്കുന്ന ഇതാണ്. പിന്നെ അതേ ബാഗെല്ലാം നിറച്ചു വെച്ചേക്കുന്നു. അകത്ത് കാ വരും. പിന്നെ ഒരു 30ഓളം ചാക്ക് നിറച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ഇന്ന് വൈകിട്ട് സാധനം റെഡിയാകും.
അതിനകത്തൊക്കെ. ഇന്ന് വൈകിട്ടാകുമ്പോ അത് ഫില്ലാവും. അത് എന്ത് വെക്കാൻ വേണ്ടിയാ? അത് പിന്നെ പച്ചമുളക്, ഇഞ്ചിയും പിന്നെ അത് പറഞ്ഞാണ്ടി എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ വെറൈറ്റി ഒരു പൂവാണ്. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3-4 വീട്ടിലേക്ക് ഭയങ്കര സ്മെല്ലുള്ള 480 രൂപയ്ക്കാണ് മേടിച്ചു. പേരറിയത്തില്ല, മറന്നുപോയി. 480 രൂപ മേടിച്ചേ. അതിനകത്ത് പൂ മുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് മുട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാ. അടുത്തുള്ള വീട്ടുകളിലേക്കൊക്കെ നല്ല മണം കിട്ടും. ഇത് നല്ല സ്മെല്ല. ഇത് ചെത്തി, 4 സൈസ് ചെത്തി, 4 വെറൈറ്റി. തനിയെ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. 4 ഐറ്റം ചെത്തിയുണ്ട്. 3 ഇത്, 1 ഐറ്റം അത്. 4 ഐറ്റം ചെത്തിയുണ്ട്. ചെത്തി 4 സൈസ് ചെത്തിയ. പിന്നെ പുളിയുണ്ട്, കുടംപുളി, ഓറഞ്ച് ഒക്കെ മണ്ണിലാണ്. ഓറഞ്ച് മണ്ണിലുണ്ട്. എല്ലാം മണ്ണിൽ. അതാ നമ്മള് പോകുമ്പോ എന്തെങ്കിലും ഒരു പ്രയോജനം അവർക്കുണ്ടാകണം. അത് തന്നെ. അത് തന്നെ. നമ്മൾ ഇപ്പൊ ഒരു 20 വർഷം കൊണ്ട് വാടകയ്ക്ക് ആ വീട്ടുകളിലെല്ലാം ചക്ക വരെ പിടിച്ച് വെപ്പുണ്ട്. ഇഷ്ടംപോലെ ചക്കകളും എല്ലാം പിടിച്ച് വെപ്പുണ്ട്. 7ഓളം വീട് മാറിയിട്ടുണ്ട്. ഈ 7 വീട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോ അവിടെ കണ്ടിരിക്കും. മാറിയിട്ടുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ആഡിറ്റോറിയത്തിന്റെ തെക്കുവശത്ത് ചക്ക കണ്ടമാനം പിടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അവിടെ കണ്ട മുല്ലപ്പൂ അത് മണ്ണിലാ വെച്ചിരിക്കുന്നത്. മുല്ല അത് ഇഷ്ടംപോലെ പൂ പിടിച്ചേ. ഇപ്പൊ ഇല്ല, പുട്ട് വീഴുന്നുണ്ട്, വരുന്നുണ്ട്. ഒന്നുമില്ല. ഇത് ചെടിമുരിങ്ങ. ഇത് മൊത്തം വെണ്ടയും പയറുമാണ്. ഇതെല്ലാം വെണ്ടയും പയറും ചീരയും എല്ലാം. ഇത് ഇന്ന് ഞാൻ ഒരു 10 ഐറ്റം പിന്നെ പയർ പാകിയിട്ടുണ്ട് വേറെ. ഇത് വിൽക്കാനാണോ അതോ നമ്മുടെ സ്വന്തമായി നമുക്കും നമ്മുടെ മിത്രങ്ങൾക്കൊക്കെ ഇതിലുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ട, വിൽക്കാനൊന്നുമല്ല. നമുക്ക് വേണ്ടി വീട്ടിലേക്കുള്ളത് വേണ്ടി മാത്രം. ആർക്കെങ്കിലും അങ്ങനെ അസുഖമുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും അല്ലേ അത്യാവശ്യമുള്ളവരൊക്കെ വന്ന് ചോദിച്ചാൽ കൊടുക്കും. നമ്മൾ ആര് വന്നാലും കൊടുക്കും. അതുപോലെ ശംഖുപുഷ്പവും ഇതാണ് ശംഖുപുഷ്പം. ഇത് നല്ല വെള്ളമൊക്കെ തിളപ്പിക്കാൻ നല്ല കളറൊക്കെ ഇട്ട് നാരകയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതാണ്, ഔഷധ ഗുണമുള്ള. ഇത് ഓറഞ്ചാ. അതും താഴെ വെച്ചിരിക്കുന്നു. പ്രയോജനപ്പെടും. പുളികൾ കണ്ടമാനമുണ്ട്, കുടംപുളി കണ്ടമാനമുണ്ട്. അതൊക്കെ അവർക്ക് പ്രയോജനപ്പെടും. നമ്പ്യാർ വട്ടം, ചെടിയുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഐറ്റം. താങ്ക് യു. എന്തായാലും മുളകും ഒക്കെ നമുക്ക് അത്യാവശ്യ കറിക്കുള്ള വേലി കിട്ടും. ഇനിയിപ്പോ ഒരുപാട് വരാനുണ്ട് എല്ലാവരും. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ പിടിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ ദിവസത്തേക്കും ഉണ്ട്. ഒരു പിടിച്ചു വരുന്ന നമുക്ക് ഇങ്ങനെ പിച്ചെടുക്കും. മതി പിച്ചത് മതി. ഞാനും ഉമ്മായോട് ഇടിയല്ല തിടിയ. എനിക്കില്ല നോയമ്പ് പിടിച്ചിട്ട് ഭയങ്കര ഇതായി ഇത്. അന്നേരം ഞാൻ എല്ലാം പറിച്ചുകൊണ്ട് വന്ന് കൊണ്ടു കൊടുക്കെന്നും പറഞ്ഞ് ബഹളമാകൂല. ഞാൻ പറഞ്ഞു ഉമ്മ അവര് വന്ന് ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിന് വന്ന് പറിച്ചെടുത്തോണ്ട് പോട്ട് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ കൊണ്ടു കൊടുക്കുന്നതിനെല്ലാം അവര് പറിച്ച് കൊണ്ടുപോട്ട്. വല്യമ്മ സിബിക്ക് കൊടുക്കാൻ പറയൂ. അവിടെ നിന്നുണ്ട് സിബിക്ക് കൊടുക്കാൻ പറയൂ. അവിടെ നിന്നോണ്ട് സിബിക്ക് ഉണ്ട്. അവിടെ ചീര ഉണ്ട് അവക്ക്. ശരിയെങ്കിൽ എല്ലാ സാധനവും ഒരു വീടിന് വേണ്ട സാധനങ്ങളായ സാധനങ്ങൾ മൊത്തം ഉണ്ട്. അതൊക്കെയാണുള്ളത്.